ഈ മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട്, കേരളത്തിലേക്ക് നോക്കൂ, ഇവിടുത്തെ സുന്നി സമൂഹം എന്ന് പറഞ്ഞാൽ നല്ല ഒരു മാർക്കറ്റാണ് കേട്ടോ, നല്ല ഒരു മാർക്കറ്റാണ്. ഇതെന്റെ വാചകമല്ല, റിസാലയിൽ വളരെ വ്യക്തമായ അബ്ദുൽ ഹക്കീം അസ്ഹരിയുമായുള്ള അഭിമുഖത്തിൽ നിങ്ങൾക്ക് ആ വാചകം കാണാം. ഇത് നല്ല ഒരു മാർക്കറ്റാണ്. കേരളത്തിലേക്ക് നോക്കൂ, കേരളത്തിലെ മുസ്ലിം സമൂഹം അല്ലെങ്കിൽ സുന്നി സമൂഹം എന്ന് പറഞ്ഞാൽ നല്ല ഒരു മാർക്കറ്റാണ്. മാർക്കറ്റിന് മലയാളത്തിൽ ചന്ത എന്നാ പറയാ, നല്ലൊരു ചന്തയാണ്. ആ ചന്തയിൽ കൊണ്ടുവന്ന് കച്ചവടം, എന്താ കച്ചവടത്തിന് വെച്ചത്? ആ സമൂഹത്തിന്റെ മുന്നിൽ ആ മാർക്കറ്റിൽ കൊണ്ടുവന്ന് എന്താ കച്ചവടം ചെയ്തത്? കേട്ടോളൂ, ഒരു മുസ്ലിയാർ തന്നെ പറഞ്ഞോട്ടെ. ഈ കൂടാരത്തിൽ നിന്ന് ഇനിയെങ്കിലും രാജിവെച്ച് ഹക്കായ വഴിയിലേക്ക് വരാൻ ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ തയ്യാറാണ്. ആ വിഭാഗത്തിൽ രണ്ട് തരത്തിലുള്ള ജനങ്ങളാണുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കും. ഒന്ന് തനി സഫീഹ്, പച്ചപ്പൊട്ടൻ എന്ന് പറയാം. അതായത് അണ്ണാക്കുന്ന ശബ്ദം ഉണ്ടായാലാണ് യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത് എന്ന് മനസ്സിലാക്കുന്ന പച്ചപ്പൊട്ടൻ ഒന്ന്. രണ്ട് ത്വാലിബുദ് ദുനിയ, കച്ചവടത്തിന് കൂടിയാണ്. ഈ രണ്ടാമത്തതല്ലാത്ത മൂന്നാമത്തെ ഒരു വർഗം ആ വിഭാഗത്തിൽ ഇല്ല എന്നത് വളരെ സ്പഷ്ടവും വ്യക്തവുമാണ്. കണ്ടോ? അപ്പോ രണ്ട് കൂട്ടരേ ഉള്ളൂ എന്നാണ്. ഒന്ന് തനി സഫീഹ്, മൂപ്പര് പറഞ്ഞ അർത്ഥം പച്ചപ്പൊട്ടൻ എന്നാണ്. രണ്ടാമത്തെ ആളോ താലിബുദ് ദുനിയ, കച്ചവടത്തിന് കൂടിയ ആള്, കച്ചവടത്തിന് കൂടിയ ആള്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ എന്താ കച്ചവടം? എന്താ ഇവരുടെ കച്ചവടം? കേട്ടോളൂ. ഈ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിവിടെ വിജയിക്കണമെങ്കിൽ ഇത് നടക്കണം എന്നല്ലാതെ അവർക്ക് അതിലൊന്നും താല്പര്യം ഉണ്ടായിട്ടോ എന്തോന്നും അറിയില്ല. അവർക്ക് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇഖ്ലാസും ഇല്ല, ഒരു ഇഖ്ലാസും ഇല്ല, തീരെയില്ല. ഇഖ്ലാസിന്റെ തരിമ്പ് പോലുമില്ല. ഇവിടെ ഇങ്ങനെ ഒരാൾ ആദ്യം തന്നെ പൈസ കൊടുത്തിട്ടൊക്കെ ആളെ ഏൽപ്പിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മളെ ദ്വായിൽ 10,000 രൂപ സംഭാവന നൽകിയിരുന്ന ആളുടെ ചൊക്കേട് സുഖമായില്ലേ? ഓ ആയിട്ടുണ്ട് എന്ന് അപ്പുറത്ത് വിളിച്ചു പറയാം, ആയിട്ടുണ്ട് എന്ന് വിളിച്ചു പറയാൻ ആളെ ഏൽപ്പിക്കാം പൈസ. അപ്പോൾ റെഡിയായല്ലോ. ഇതാണ് കറാമത്ത്. ഇങ്ങനെ ഈ രീതിയിലുള്ള കറാമോ ആയിട്ടുണ്ട്, സുഖമായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പൈസ. ഇങ്ങനെ ഒരു ചൂഷക വർഗം തനി ചൂഷണം ചെയ്യാനായിട്ട് അങ്ങനെ സ്വലാത്തും ദിക്റും വഅളും ഡ്രസ്സിങ്ങും മുഴുവനും ചൂഷണത്തിന് വേണ്ടി മാത്രം ഇവർ വിനിയോഗിച്ചു. കേട്ടോ? എല്ലാം ചൂഷണം ചെയ്യാൻ. എന്ത്? വേറൊന്നുമല്ല, മുസ്ലിം സമൂഹം പവിത്രമായി കാണുന്ന മുഴുവൻ കാര്യങ്ങളെയും, സ്വലാത്ത്, ദിക്ർ, ഡ്രസ്സിങ് വരെ. ബാക്കിയുള്ള മനുഷ്യന്മാരുടെ കുപ്പായിടുള്ളൂ, അവർ വലതാലും കുപ്പായിടുള്ളൂ. അത് പ്രത്യേക കോലം, പ്രത്യേക ഒരു രൂപമൊക്കെ ഉണ്ടാക്കി, ഒരു പ്രത്യേക ഡ്രസ് കോഡൊക്കെ ഉണ്ടാക്കി, അങ്ങനെ ആ കുപ്പായിടുള്ളൂ. പിന്നെ സ്വലാത്ത്, ദിക്ർ. മുസ്ലിം സമൂഹം പവിത്രമായി കാണുന്ന ഒന്ന്. ആരെങ്കിലും ഇതിനെ എതിർത്താലോ? അത് മുജാഹിദികൾക്ക് സ്വലാത്ത് ഇല്ലാത്തതുകൊണ്ടാണ്, അവർക്ക് ദിക്റില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് സ്വലാത്ത് ദിക്റൊന്നും ഇല്ലാന്ന് ഇവര് സാധാരണക്കാരോട് പറയാ. ഈ വലിയ തലയെക്കെട്ടൊക്കെ കെട്ടിയ മുസ്ലിയാരാണ് ഇത് പറയുന്നത് എന്നുള്ളത് കൊണ്ട് സാധാരണക്കാർ വിശ്വസിക്കുകയാണ്. യഥാർത്ഥ സ്വലാത്തും യഥാർത്ഥ ദിക്റും അംഗീകരിക്കുന്നവരും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നവരും അത് പതിവാക്കിയവരുമാണ് സലഫികളായ ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഒരു കാര്യത്തെ ഒരിക്കലും ഒരു സലഫിയും എതിർക്കുകയില്ല. അല്ലാഹു കൽപ്പിച്ചതാണ് എന്ത്? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. തീർച്ചയായും അല്ലാഹു പ്രവാചകന് സ്വലാത്ത് ചെയ്യുന്നുണ്ട്. അല്ലാഹുവിന്റെ മലക്കുകളും റസൂലുള്ളാഹിക്ക് സ്വലാത്തും സലാമും ചെയ്യുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങളും അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി സ്വലാത്തും സലാമും ചെല്ലണം. റസൂലുള്ളാഹിയുടെ സഹാബത്ത് റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് ഓടി വരികയാണ്, നബിയേ ഞങ്ങൾ അങ്ങ് സലാം പറയുന്ന ആളുകളാണ്, സലാം പറയേണ്ട രൂപം ഞങ്ങൾക്കറിയാം, എങ്ങനെയാണ് ഞങ്ങൾ സ്വലാത്ത് ചെയ്യേണ്ടത്, ചെല്ലേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് ചെല്ലാൻ ഞങ്ങളോട് കൽപ്പിക്കുന്നുണ്ടല്ലോ നബിയെ, എങ്ങനെയാണ് ഞങ്ങൾ സ്വലാത്ത് ചെല്ലേണ്ടതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു, പഠിപ്പിച്ചു കൊടുക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും
മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇതുപോലെ വ്യത്യസ്തങ്ങളായ ആ പദഭേദങ്ങളോടുകൂടി അല്ലാഹുവിന്റെ റസൂൽ ആ സ്വലാത്ത് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സ്വഹാബത്ത് അത് ചൊല്ലുകയാണ്. നിർബന്ധ നമസ്കാരങ്ങളിലെ അത്തഹിയാത്തിൽ വരെ ആ സ്വലാത്ത് വിശ്വാസികൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ടോ? അപ്പൊ സ്വലാത്തിനെ ആരാ എതിർത്തത്? ഒരാളും സ്വലാത്തിനെ എതിർത്തിട്ടില്ല. അതുപോലെ ദിക്ർ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ ജീവവായുവായി അവൻ കൊണ്ടു നടക്കുകയാണ്, കൊണ്ടു നടക്കേണ്ടതാണ്. അല്ലാഹു പറഞ്ഞത് ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. എനിക്ക് നിങ്ങൾ ദിക്ർ ചെയ്യൂ. അദ്കുറുക്കും എന്നാൽ നിങ്ങളെ ഞാൻ ഓർക്കുന്നതാണ്. വഷ്കുറൂലി എനിക്ക് നിങ്ങൾ ശുക്ർ ചെയ്യൂ, നന്ദി ചെയ്യൂ. ഒരിക്കലും നിങ്ങൾ നന്ദി കെട്ടവരാകരുത്. അല്ലാഹു പറയാണ് ദിക്ർ ചെയ്യണം, അല്ലാഹുവിനെ ദിക്ർ ചെയ്യണം, സുബ്ഹാനല്ലാഹ് പറയണം, അൽഹംദുലില്ലാഹ് പറയണം. അല്ലാഹുവിന്റെ റസൂൽ തന്നെ വ്യത്യസ്തങ്ങളായ ദിക്റുകൾ പഠിപ്പിച്ചു തരികയാണ്. കലിമത്താൻ, രണ്ട് കലിമത്തുകൾ, ഹബീബത്താൻ ഇലർ റഹ്മാൻ, പരമകാരുണ്യകനായ അല്ലാഹുവിന്റെ വളരെയധികം ഇഷ്ടപ്പെട്ട രണ്ട് കലിമത്തുകൾ. അതുപോലെ സഖീലത്താൻ ഫിൽ മീസാൻ, ആ രണ്ട് കലിമത്തിന്റെ മറ്റൊരു പ്രത്യേകത, നാളെ തുലാസിൽ ഏറ്റവും അധികം കനം തൂങ്ങുന്ന, ഏറ്റവും അധികം ഭാരം തൂങ്ങുന്ന ഒന്നാണത്. മാത്രമല്ല ഖഫീഫത്താനി അലൽ ലിസാൻ, നിങ്ങളുടെ നാവുകൾക്ക് വളരെ എളുപ്പമുള്ള രണ്ട് കലിമത്തുകളാണത്. ഏതാണ് ആ രണ്ട് കലിമത്ത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. എണ്ണമില്ലാതെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. എണ്ണം പറഞ്ഞില്ല, 30 എന്ന് പറഞ്ഞില്ല, 33 എന്ന് പറഞ്ഞില്ല, 100 എന്ന് പറഞ്ഞില്ല, 101 എന്ന് പറഞ്ഞില്ല. എത്രയും ഒരു വിശ്വാസിക്ക് ചെല്ലാവുന്ന ദിക്റാണ്. അതുപോലെ തന്നെ എണ്ണം പറഞ്ഞു പഠിപ്പിച്ച ദിക്റുകളുണ്ട്. അതുപോലെ ഒരു നാട്ടിലിറങ്ങിയാൽ ചൊല്ലേണ്ടതുണ്ട്, പരിചയമില്ലാത്ത സ്ഥലത്ത് പോയി ഇറങ്ങിയാൽ ചൊല്ലേണ്ടതുണ്ട്, കടമുണ്ടായാൽ ചൊല്ലേണ്ടതുണ്ട്. ഇങ്ങനെ ഓരോ സമയത്തുമുള്ള പ്രാർത്ഥനകളും ദിക്റുകളും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. അതൊരിക്കലും കച്ചവടമാക്കാനല്ല. ഇവിടെ സ്വലാത്ത് കച്ചവടം ചെയ്യുകയാണ്, ദിക്ർ കച്ചവടം ചെയ്യുകയാണ്. സ്വലാത്തും ദിക്റും മാത്രമല്ല, എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം കച്ചവടവൽക്കരിക്കാൻ പറ്റുമോ അതൊക്കെ. എത്രത്തോളം ഇടക്കാലഘട്ടം വരെ ഔലിയാക്കന്മാർക്ക് വലിയ ഡിമാൻഡായിരുന്നു. ഇപ്പോഴാണ് മുടിയൊക്കെ വന്നത്. ഞാൻ പിന്നീട് ഇൻഷാ അല്ലാഹ് വിശദമായി അത് സംസാരിക്കണം. നമുക്ക് ഈ കച്ചവടത്തിന്റെ രൂപം വ്യത്യസ്ത ഭാഗമാണ് നമ്മൾ വിശദീകരിച്ച് വരുന്നത്. ഔലിയാക്കന്മാർക്ക് വൺ ഡിമാൻഡ്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഔലിയാക്കളുണ്ട്, യഥാർത്ഥ ഔലിയാക്കൾ. അവരുടെ പ്രത്യേകത എന്താ? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അറിയണം, മനസ്സിലാക്കണം. ഇന്ന ഔലിയാ അല്ലാഹ്, നിശ്ചയമായും അല്ലാഹുവിന്റെ വലിയുകൾ, ഔലിയാക്കൾ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയമില്ല, അവര് പേടിക്കേണ്ടതില്ല, അവരൊരാളെയും പേടിക്കുന്നതുമല്ല. ഒരു പേടിയില്ല, ഒരു ക്ലേശമില്ല, ഒരു ഭയാശങ്കയില്ല. ആരാണവർ? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ചവരാണവര്, ഈമാൻ അങ്ങേറ്റം ഉൾക്കൊണ്ടവരാണവര്. മാത്രമല്ല വകാനൂ യത്തഖൂൻ, അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ബിഅദാഇ ഫറാഇലിഹി വജ്തിനാബി മആസിഹി, അല്ലാഹു നിർബന്ധമായി കൽപ്പിച്ച കാര്യങ്ങളെ പാലിച്ചുകൊണ്ട് അല്ലാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ജീവിതത്തിൽ പരമാവധി അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ് യഥാർത്ഥ ഔലിയാക്കൾ. അല്ലാഹു പറയാം. ഇത് ഏകദേശം മുമ്പത്തെ തലമുറയ്ക്ക് മനസ്സിലാക്കിയിരുന്ന. കാരണം അന്നത്തെ ഔലിയാക്കന്മാരെ സംബന്ധിച്ച് പാടപ്പെടുമ്പോഴും പറയപ്പെടുമ്പോഴും ഒരൽപ്പം കയറ്റി പറയും. കാരണം വെച്ചാല് അവര് തഖ്വയിൽ മുന്നിലാണെന്ന് വരുത്താൻ ഇല്ലാത്തത് കൂടി കയറ്റി പറയുമായിരുന്നു, അല്ലേ? പഴയ ഔലിയാക്കന്മാരെ സംബന്ധിച്ച് പറയണ എങ്ങനെ? ഇപ്പൊ മുഹീദ്ദീൻ ശൈഖിനെ പറ്റി എഴുതിയ മുഹീദ്ദീൻ മാലയിൽ മുഹീദ്ദീൻ ശൈഖിനെ പറ്റി പറയണ എങ്ങനെ? എന്താ പറയുന്നത്? മുതലായ റമളാനിൽ 30 നാളിലും മുല കൂടിക്കും കാലം മുലനെ തോടാതോവർ എന്ന് പറഞ്ഞാൽ റമളാൻ മാസം എത്തിക്കഴിഞ്ഞാൽ കുട്ടിയായിരുന്ന മുല കുടിക്കുന്ന പ്രായത്തിൽ പോലും റമളാൻ മാസം എത്തിയ കുട്ടി മുല കുടിക്കൂല എന്നുവെച്ചാ അപ്പോൾ നോമ്പാണ്, ആ പ്രായത്തിൽ പോലും നോമ്പാണ് എന്നാണ്. അത് കറാമത്തായി പറയണം, അദ്ദേഹത്തിന്റെ പ്രത്യേകതയായി പറയണം. ഏതായിരുന്നാലും അത്രയും സൂക്ഷ്മത ഉണ്ട് നല്ല അർത്ഥം. പിന്നെ നലവേറും ഈശാ തോളുതൊരു വുളുവാല് 40 തിറ്റാണ്ട് സുബഹി തൊഴുതോവർ. ഇശാക്ക് വുളു എടുത്താൽ പിന്നെ ആ വുളു കൊണ്ട് സുബഹി നിസ്കരിക്കരുത്. അത് റോങ് ആണ് സത്യത്തിൽ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് 3 ആളുകൾ പറഞ്ഞു, അല്ലേ? അതിലൊരാൾ പറഞ്ഞെന്താ? 3 ആളുകൾ നബിയുടെ പ്രവർത്തനത്തെ പറ്റി അന്വേഷിച്ചിട്ട് 3-ൽ ഒരാൾ പറഞ്ഞെന്ന് വെച്ചാല് ഇനി ഞാൻ രാത്രി ഉറങ്ങൂല.
രാത്രി ഫുൾ നിസ്കാരം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതറിഞ്ഞു. നബി അവരെ വിളിച്ചിട്ട് പറഞ്ഞല്ലോ, എന്താ നിങ്ങൾ തീരുമാനിച്ചത്? ഞാൻ നിങ്ങളെക്കാൾ അള്ളാനെ പേടിക്കുന്ന ആളാ, നിങ്ങളെക്കാൾ തഖ്വയുള്ള ആളാണ്, പടച്ചവനെ പേടിയുള്ളത് എനിക്കാണ്. പക്ഷെ ഞാൻ രാത്രി ഉറങ്ങാറുമുണ്ട്, അതോടൊപ്പം തന്നെ ഉടൻ നമസ്കരിക്കാറുണ്ട്. മാത്രമല്ല തഹജ്ജുദ് ആകണമെങ്കിൽ തന്നെ ഒന്ന് ഉറങ്ങിയിട്ട് എണീറ്റ് നിസ്കരിക്കണം, ഉറങ്ങിയ വുദു മുറിയുകയും ചെയ്യും അല്ലേ? അപ്പൊ 40 വർഷം അദ്ദേഹം ഇശാഖ് മുതിർത്ത സുബഹി നിസ്കരിച്ചു എന്നാ പറഞ്ഞത്. എന്തായാലും റോങ് ആണെങ്കിലും പറഞ്ഞതിന് വേണ്ടിയാ. അത്രയും പടച്ചവനെ പേടിയുണ്ട്, അത്രയും നമസ്കാരത്തിന് വ്യാപകനാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയല്ലേ അല്ലേ? ഇങ്ങനെ ഓരോ കാര്യം എടുത്ത് നോക്കിയാലും പഴയ ഔലിയാക്കന്മാരെ പറ്റി പറയുമ്പോഴും അവർ ഇബാദാത്തുകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ഔലിയാക്കന്മാരെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ തലമുറ കണ്ടില്ല. നമ്മുടെ തലമുറ കണ്ടതോ, നിസ്കരിച്ചാൽ ഒരാൾ കൃത്യമായി 5 നേരം പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ അയാളെ കുറിച്ച് ഔലിയ എന്ന് ആരെങ്കിലും പറയും? നമ്മുടെ നാട്ടിൽ ഇല്ല. അതുപോലെ തന്നെ കൃത്യമായി നോമ്പ് നോറ്റാൽ അയാളെ കുറിച്ച് ഔലിയ എന്ന് പറയും? ഇല്ല. ഒരാൾ ഹലാലായ കച്ചവടം നടത്തുകയാണ്, അയാൾ യാതൊരു ഹറാമുമായി ബന്ധപ്പെടുന്നില്ല, പടച്ചവനെ പേടിച്ച് റബ്ബിനെ പേടിച്ചിട്ട് അയാൾ പറയാണ് എനിക്കൊരു ഹറാമും വേണ്ട, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹലാലായ മാർഗത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെ ഒരാൾ ഹലാലായ കച്ചവടം ചെയ്ത് അള്ളാഹിനെ പേടിച്ച് ജീവിക്കുകയാണെങ്കിൽ നന്നായി കുളിച്ച് വൃത്തിയായി കുടുംബ ബന്ധമൊക്കെ പുലർത്തി മക്കളോട് നല്ല രൂപത്തിൽ പെരുമാറി അതുപോലെ മാതാപിതാക്കൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അങ്ങനെ ജീവിച്ച ആളെ കുറിച്ച് ഔലിയ എന്ന് ആരെങ്കിലും നമ്മുടെ നാട്ടിൽ പറയുമോ? ഇല്ല. നമ്മുടെ മമ്മാക്ക അല്ലെങ്കിൽ പൊക്കറാക്ക എന്നൊക്കെ പറയുള്ളൂ. എന്നാൽ ഒരാൾ കുളിക്കാതെ നനക്കാതെ പല്ല് തേക്കാതെ വള്ളി പോകാതെ പച്ചക്കുപ്പായവും പച്ചത്തുണിയും അതുപോലെ നീണ്ട താടിയും അങ്ങനെ ചറയൊലിപ്പിച്ചടക്കണ അവസ്ഥ കണ്ട മൂപ്പരെ കണ്ടിട്ട് ഔലിയാണ്ട് ലക്ഷണുണ്ട് തോന്നുന്നു മുജാഹിദുകൾ വരെ പറയും. ചിലപ്പോ ഒരു ഔലിയ പോണ്ട് ഇല്ലേ? ആളുകൾ വെറുതെ ആ ഒരു ഔലിയയുടെ ലക്ഷണം ഉണ്ട് കണ്ടിട്ടെന്ന് ഇല്ലേ? അപ്പൊ ഔലിയാന്റെ ലക്ഷണം എന്താ? നമ്മുടെ സമൂഹം മനസ്സിലാക്കിയ ഔലിയാന്റെ ലക്ഷണം എന്താ? ഈ രൂപത്തിലുള്ള ഔലിയ ആണ് എന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ ഇങ്ങനെ നടക്കുന്ന ആളുകളായി. പിന്നെ മൂപ്പരെ പറ്റി എന്താ പാടുക? മുതലായ റമളാനിൽ 30 നാളിലും നട്ടുച്ച നേരത്ത് ഊണ് കഴിച്ചോവർ. കാരണം നോമ്പ് പിടിച്ചു എന്ന് പറഞ്ഞാൽ ഔലിയാവൂല. പിന്നെ ഊണ് കഴിച്ചു എന്ന് പറഞ്ഞാൽ മൂപ്പരി പച്ചക്കുപ്പായിട്ട് ഊണ് കഴിച്ചാണ്. അതെങ്ങനെ കഴിച്ചു എന്നാ? പിന്നെ 30 കാലം ജീവിച്ചിരുന്നിട്ടും ഒരു തവണ പോലും പള്ളിയിൽ കയറിയില്ല എന്നോവർ. അതാണ് പിന്നത്തെ കറാമത്ത്. എന്ത്? മൂപ്പര് പള്ളി വന്നിട്ടില്ല, അതാണ് മൂപ്പര് രണ്ടാമത്തെ കറാമത്ത്. 30 ഇവിടെ ജീവിച്ചിരുന്നു, 3 പതിറ്റാണ്ട് ഇവിടെ ജീവിച്ചിരുന്നു, പക്ഷെ ഒരു തവണ പോലും പള്ളി കയറിയില്ല. ഇങ്ങനെയാണ് ഓച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് കുപ്പത്തൊട്ടിയുടെ മുകളിൽ കയറിയിരുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ കുറെ കാലം ഇവിടെ ഇരുന്നു. അദ്ദേഹം ഇരുന്നിരുന്ന് നരച്ചു. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും റോഡിലൂടെ നടക്കുമായിരുന്നു. അവസാനം ആളുകൾ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് അദ്ദേഹം ഇരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് കിട്ടിയ വേസ്റ്റുകൾ ഇട്ട് അതിന്റെ പുറത്തും അദ്ദേഹം കയറിയിരുന്നു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ മൂപ്പരും നരച്ച് നല്ല വെളുത്ത താടിയൊക്കെയായി. മനുഷ്യന്മാർ വയസ്സാവൂലേ? ഈ മനുഷ്യൻ വയസ്സായി വെള്ളത്താടിയായി. അവസാനം ഹൈന്ദവ സഹോദരങ്ങൾ അമ്പലപ്പറമ്പിൽ ഓച്ചിറ അമ്പലത്തിന്റെ ചുറ്റുഭാഗം കുറെ കാലം അദ്ദേഹം നടന്നു. അവരെ ഹൈന്ദവർ കുപ്പസ്വാമി എന്ന് വിളിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമ്മുടെ ആളുകൾക്ക് ബോധം വന്നു, ഇത് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റിയ മുതലല്ല, ഇത് നമുക്ക് പ്രയോജനപ്പെടുന്നതാണ്, അതുകൊണ്ട് ഓച്ചിറ ഉപ്പ എന്ന് നമ്മുടെ കുറച്ച് ആളുകൾ വിളിച്ചു. അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോയി കുളിപ്പിച്ച് വൃത്തിയാക്കി, അതുപോലെ തന്നെ ഒരൽപ്പം ഭക്ഷണം വാങ്ങിക്കൊടുത്ത്, കുറച്ച് മരുന്നൊക്കെ വാങ്ങിക്കൊടുത്ത്, അതുപോലെ തന്നെ നല്ല കുപ്പായൊക്കെ വാങ്ങിക്കൊടുത്ത് കൊണ്ടുനടക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. മരിച്ചത് കേട്ടപ്പോൾ ആളുകൾ പാഞ്ഞെത്തി. മരിക്കാറായപ്പോൾ ഒരു സ്ത്രീയും അയാളെ ഏറ്റെടുത്തു. അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോൾ സ്ത്രീ പറഞ്ഞു, വീട്ടിൽ കബറടക്കണം, ഇവിടെ കബറടക്കണം. അപ്പൊ ഉടനെ ആളുകൾ കൂടി പറഞ്ഞു, അത് പറ്റൂല, അത് പറ്റൂല. ഹൈന്ദവ സഹോദരങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് കൊണ്ടുപോയി നമ്മുടെ ആളാണ്. മുസ്ലിം സഹോദരങ്ങളെ ചില ആളുകൾ ചെന്നിട്ട് പറഞ്ഞു, ഇത് പറ്റൂല, ഇത് നമ്മുടെ ആളാണ്. പ്രശ്നമായി. അങ്ങനെ മുസ്ലിങ്ങൾക്ക് അത് വിട്ടുകൊടുക്കേണ്ടി വന്നു അവസാനം. എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോയി. ഒരാൾ മുസ്ലിം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എവിടെ കബറടക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത്? ഇവിടെ മുസ്ലിങ്ങളുടെ മക്ബറ ഉണ്ടല്ലോ, അവിടെ കബറടക്കണമെന്നല്ലേ. പക്ഷെ ഈ ഓച്ചിറ ഉപ്പുപ്പ എന്ന് പറയുന്ന കുപ്പസ്വാമിയെ കബറടക്കിയത് മക്ബറയുള്ള സ്ഥലത്തല്ല. കാര്യം മക്ബറയുള്ള പള്ളി കുറച്ച് റോഡിൽ നിന്ന് വിട്ട് ഉള്ളിലാണ്. അപ്പൊ അവിടെ അടക്കിയിട്ട് പ്രയോജനമില്ല. അപ്പൊ ഒരു നിസ്കാരപ്പള്ളിയുടെ റോഡിന്റെ സൈഡിന്, ഹൈവേയുടെ സൈഡിന്, ആ ഹൈവേയുടെ സൈഡിലുള്ള നിസ്കാരപ്പള്ളിയുടെ മുന്നിൽ കൊണ്ടുപോയി കബറടക്കി. നിങ്ങൾ മനസ്സിലാക്കണം എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം. റോഡിന്റെ തീരത്ത് കൊണ്ടുപോയി, റോഡിന്റെ ഓരത്ത് കൊണ്ടുപോയി ആ മനുഷ്യനെ കബറടക്കിന്റെ ഉദ്ദേശം എന്താ? അത് വരുമാനാക്കി മാറ്റാൻ. ആളുകൾ കൗലിയ എന്ന് പറഞ്ഞാൽ, വലിയ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ മഹത്വം കൽപ്പിക്കുന്ന ഒന്നാണ്. അപ്പൊ അതിനെ ഉപജീവനത്തിലുള്ള മാർഗമാക്കി, മാർഗമാക്കിയിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോയി കബറടക്കിയിട്ട് ഓച്ചിറ ഉപ്പാപ്പ വലിയുല്ലാഹി എന്ന് ബോർഡ് വെച്ചു. വലിയുല്ലാഹി ഓച്ചിറ ഉപ്പയുടെ കറാമത്ത് പറയാൻ വന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാണ്. 2 മണിക്കൂർ ആ കറാമത്ത് പറഞ്ഞു. ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം കണ്ടിട്ടുണ്ടോ എന്ന് സംശയിക്കണം.
കറാമത്ത് ഉണ്ടാവുകയാണ്. 2 മണിക്കൂർ ഓച്ചറ ഉപ്പുപ്പാന്റെ കറാമത്ത്. അവസാനം ആളുകള് മുജാഹിദ് പ്രസ്ഥാനം വിശദീകരിച്ചു. ഇത് ജനങ്ങളോട് ചോദിച്ചു. ഓച്ചറയിൽ കണ്ടവരില്ലേ അദ്ദേഹത്തെ? നമുക്കിടയിൽ ജീവിച്ച ആളുകളല്ലേ? ചിലർ ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പൊ അത് ജാറം പൂട്ടണം വേണ്ടതോടെ ആലോചനയിലാണ്. കാരണം വെച്ചാൽ ഇപ്പൊ ജനം മനസ്സിലാക്കി. അങ്ങനെ അവിടെ പൂട്ടാൻ തുടങ്ങിയപ്പോൾ അതിന്റെ തൊട്ടടുത്ത പ്രദേശമായ കായംകുളം എന്ന് പറയുന്ന പ്രദേശം, ആ പ്രദേശത്തേക്ക് പിന്നെ നീങ്ങിയത്. അവിടെ പഴയ കാലത്ത് സേട്ടുമാർ അവര് നടത്തിയിരുന്ന ഒരു ഖബർസ്ഥാൻ, അവര് വച്ചിരുന്ന ഖബർസ്ഥാൻ, ആ സേട്ടുമാർ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഖബർസ്ഥാൻ, അവര് പിന്നീട് മറ്റു പല പ്രദേശത്തേക്ക് പോയപ്പോൾ പിന്നെ അവിടെ അവരെ ഖബറടക്കാതായി. അവിടെ മക്ബറയോട്, പള്ളിയോട് ചേർന്ന മക്ബറയോട് അടുത്തുള്ള സ്ഥലമാണ്. അപ്പൊ അത് മുതലാക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കുകയാണ്. പെട്ടെന്നൊരു വാർത്ത അവിടെ എന്താണ്, ഒരു സഖാഫി ആ പള്ളിയിൽ വന്ന് ചാർജ് എടുത്തതിന് ശേഷം പെട്ടെന്നൊരു വാർത്ത, എന്ത്, ഇവിടെ ഖബർ പൊങ്ങി. ഖബർ എങ്ങനെ പൊങ്ങല്? ഖബർ എങ്ങനെ പൊങ്ങല്? ഖബർ ഇങ്ങനെ പൊങ്ങിയതാണ്, ഇവിടെ ഭൂമിക്കടിയിൽ നിന്ന് പൊങ്ങിയതാണ്. ഖബർ പൊങ്ങി. അവസാനം പ്രശ്നമായി. മീഡിയകൾ ഏറ്റെടുത്തു. അവസാനം ആ രൂപത്തിൽ മീഡിയയിൽ വന്ന ഒരു വാർത്ത നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. കായംകുളം മുഹീദ്ദീൻ പള്ളിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. വ്യാപാരികളായിരുന്ന സേട്ടുമാർ ദാനം നൽകിയ ഭൂമിയിലാണ് ഈ പള്ളി നിലനിൽക്കുന്നത്. ഈ പള്ളി പുരാതനമായി മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ അറിയപ്പെട്ട ഒരു പള്ളിയാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചില ഖബറിടങ്ങൾ ഇവിടെയുണ്ട്. സേട്ടുമാരുടേതാണത്രേ ഈ ഖബറുകൾ. 10 സെന്റ് വസ്തു അവിടെ അപ്പുറത്തുണ്ട് സേട്ടന്മാരുടെ. അവർ ഈ പള്ളിക്ക് വേണ്ടി കൊടുത്തത് അവരുടെ ഈ ഖബർ മയ്യത്തടക്കുന്നതിന് വേണ്ടി മാത്രം. ആ ഖബർസ്ഥാനിൽ പിന്നീട് പിൽക്കാലത്ത് ആരുടെയെങ്കിലും ഖബർ അടക്കിയിരുന്നു? അത് അവരുടെ മാത്രം. അതിപ്പോ വർഷങ്ങളായി, ഇപ്പൊ നടക്കുന്നില്ല. വളരെ വർഷങ്ങളായി. കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കായംകുളത്ത് സേട്ടുമാർ വന്ന് താമസിക്കാറുണ്ട്. അപ്പോൾ അവരെ ഖബറടക്കം ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഭാഗം. അവർക്ക് പ്രത്യേക ഖബർസ്ഥാന നമ്മളെ പാറ്റുകടവിൽ പള്ളിയുടെ ഭാഗത്ത് വന്നതോടുകൂടി അവരങ്ങോട്ട് ഖബറടക്കം മാറി. അപ്പോൾ 10, 300, 400 വർഷങ്ങൾക്ക് പഴക്കമുള്ള ഖബർസ്ഥാൻ ചരിത്രപരമായി അവിടെ ഉണ്ടാകാം. കാലങ്ങളായി കാട് പിടിച്ചു കിടക്കുകയായിരുന്നു ഈ ഖബറുകൾ. പള്ളി പരിസരത്താകട്ടെ. എന്നാൽ പെട്ടെന്നൊരു ദിവസം ചില ചെറുപ്പക്കാരെത്തി കാട് നീക്കുകയും ഖബറുകൾ കണ്ടെന്ന് പറയുകയുമായിരുന്നു. ഇത് അറബിയിൽ കൊത്തിയ, അതും ഒരുപാട് വർഷങ്ങൾ പഴക്കം തോന്നിക്കുന്ന കല്ലുകൾ ഇന്ന് അവരുടെ കാണാത്തത് കൊണ്ട് അതിൽ നമുക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. ആളുകൾ തടിച്ചുകൂടുന്ന വിവരമറിഞ്ഞ് കൊച്ചിയിൽ നിന്ന് ഈ ഖബറിടങ്ങളുടെ അവകാശികളായ സേട്ടുമാരെത്തി. ഇവിടെ നടക്കുന്ന സംഭവങ്ങളെയൊക്കെയും അവർ നിശിതമായി വിമർശിക്കുകയും ഇത് വകവെച്ചു കൊടുക്കാൻ പാടില്ലെന്ന് അറിയിക്കുകയും ചെയ്തു. കൊച്ചിയിൽ നിന്ന് അവരുടെ ആൾക്കാർ വന്നിരുന്നു. ആൾക്കാർ ഞായറാഴ്ച അവരോട് വന്നിരുന്നു. വെള്ളിയാഴ്ച സംഭവം. ശനിയാഴ്ച വൈകിട്ട് ഞങ്ങൾക്ക് കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിൽ അവർ വന്നിരുന്നു. അവരുമായിട്ട് സംബന്ധിച്ച് സംസാരിച്ചു. അവരെന്താ അഭിപ്രായമാണ് പറഞ്ഞത്? ഇതിനോട് അവരുടെ വാപ്പാള ഒരു ഇത് അവർ പറഞ്ഞു. അവരുടെ 3 ഖബറുകളുണ്ട്, അതാണ് എന്നാണ് പറഞ്ഞത്. മറ്റു കാര്യങ്ങൾക്കൊന്നും അവർക്ക് താല്പര്യമില്ല. ഇങ്ങനെ കാണിക്കുന്നത് ഇതിൽ സ്ത്രീകൾ കയറുന്ന മറ്റു കാര്യങ്ങളൊന്നും അവർക്ക് ഇഷ്ടമല്ല. കണ്ടോ? അപ്പൊ അവരുടെ പേരക്കുട്ടികൾ ഇവിടെ ജീവിച്ചിരിക്കുകയാണ്. സേട്ടുമാർ ഇവിടെ ഉണ്ട്. അവരെന്ത് പറഞ്ഞു, ഞങ്ങളുടെ ഉപ്പുപ്പാണ് കിടക്കണത്, നിങ്ങൾ വല്ലാതെ ഒന്നും ചെയ്യണ്ട, അവരവിടെ കിടന്നോട്ടെ, അവരവിടെ അടങ്ങി കിടന്നോട്ടെ. അവരൊന്നും സമ്മതിക്കൂല. ഞങ്ങളുടെ ഉപ്പുപ്പാണ്, ആരും ഉപ്പുപ്പാണ്, ഞങ്ങൾ വിടൂല. കണ്ടോ? അപ്പൊ ഉള്ള ഖബർ പൊക്കാണ്. ഉള്ള ഖബർ എന്തിനാ പൊക്കണം? ഉള്ള ഖബറല്ലേ അവിടെ. അപ്പൊ ഇങ്ങനെ ഖബർ പൊങ്ങിയെന്ന് പ്രചരണം കേട്ട് ആളുകൾ ഓടിക്കൂടിയപ്പോ എന്താ അവിടെ ഉള്ളത്? അത് അറബിയിൽ കൊത്തിയ കല്ലുണ്ട്. അത് പണ്ട് കല്ലിൽ കൊത്തിയിരുന്നു, മീസാൻ കല്ല് വെച്ചിരുന്നു അവിടെ. അതിൽ അറബിയിൽ പേരെഴുതി വെച്ചിരുന്നു. അപ്പൊ നോക്കുമ്പോ അറബിയിലാണ് കൊത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ മുസ്ലിം കാണിച്ചു കൊടുത്ത അറബിയിൽ കൊത്തിവെച്ച കല്ലാണ്. അതിനെന്താ അത്ഭുതം? കല്ലിൽ അറബി എഴുതിയ കല്ലിലുണ്ടാവൂലേ? പേപ്പറിൽ ചിലപ്പോൾ കുറെ കാലം കഴിയുമ്പോൾ ദ്രവിച്ചു പോകും, അല്ലെങ്കിൽ വെള്ളം വീണ് പടർന്നു പോകും. കല്ലാവുമ്പോ അവിടെ തന്നെ ഉണ്ടാവും. ഇത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ പാമര ജനങ്ങളെ കബളിപ്പിക്കുന്നത്. അവസാനം ഖബർ പൊങ്ങി എന്ന് പറഞ്ഞു. അപ്പോ സേട്ടുമാരും വന്നു, ഇത് ഖബർ പൊങ്ങിയത് എന്റെ ഉപ്പുപ്പാന്റെ ഖബറാണ് എന്ന് പറഞ്ഞപ്പോ മൂലാരും പെട്ടു. അപ്പൊ ഇദ്ദേഹം മറിക്കാണ്, പൊങ്ങിയതല്ല, അത് അസംബന്ധാണ്, നേരെ മറിച്ച് പിന്നെന്താ, സ്വപ്നം കണ്ടതാണ്. അപ്പൊ പിന്നെ സാക്ഷി വേണ്ടല്ലോ. ഞാൻ കണ്ട സ്വപ്നത്തിന് സാക്ഷി കിട്ടും. വേറെ ആരെയും സാക്ഷി എടുത്താൻ പറ്റുമോ? സാക്ഷിയെ കൊണ്ടുവരാൻ പറ്റുമോ? എടാ നീ കൂടി ആ സ്വപ്നം കാണുന്നത് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഞാൻ കണ്ട സ്വപ്നല്ലേ. അപ്പൊ സ്വപ്നത്തിന് സാക്ഷി വേണ്ട, അതുകൊണ്ട് പറഞ്ഞ് സ്വപ്നം കണ്ടതാണ്. കേട്ടോളൂ. അതേസമയം ഇവിടത്തെ ഇമാം പറയുന്നത് മറ്റൊരു കഥയാണ്. ഖബറിടങ്ങൾ പെട്ടെന്ന് പൊങ്ങി വന്നു എന്നത് വാസ്തവമല്ല. മറിച്ച് ഇവിടെ ഒരു മഹാന്റെ ഖബറിടമുണ്ട് എന്ന വസ്തുത
ഈ പ്രദേശത്തെ 4 ചെറുപ്പക്കാർ സ്വപ്നത്തിൽ കണ്ടിരുന്നത്രേ. ഇവിടെ നാട്ടിലുള്ള 4 ചെറുപ്പക്കാരോളം എൻ്റെ അടുത്ത് വന്ന് ഈ റമദാന് ശേഷം എന്ന് പറയുക, അവര് ആ വാതിലിന്റെ സമീപത്ത് വലിയൊരു ഖബറുള്ളതായി സ്വപ്നം കണ്ടു. അവിടെ കുറെ ആളുകൾ ദുആ ഒരു സ്വപ്നം കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ആ കണ്ടവര് വന്നുകൊണ്ടാണ് അവിടെ വൃത്തിയാക്കി സിയാറത്ത് ചെയ്തത്. അല്ലാതെ ഒരു മഹാന്റെ ഖബർ പുതിയ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു ഖബർ പൊന്തുകയോ മീസാങ്കൽ ഉയരുകയോ ചെയ്തിട്ടില്ല. അത് കള്ളത്തരമാണ്. അതാരോ പറഞ്ഞുണ്ടാക്കിയതാണ്. കണ്ടോ? അപ്പൊ അവിടെ ഖബറുണ്ടെന്ന് സ്വപ്നം കണ്ടതാണ്. എടാ, ഖബറുണ്ടെന്ന് സ്വപ്നം കാണണോ? നേരെ പോയി നോക്കിയാൽ കാണൂലേ ഖബറ്? അവിടെ ഖബറുണ്ടെന്ന് സ്വപ്നം കാണണ്ട. ഞാൻ ഇവിടെ ഈ ക്യാമറ ഉണ്ടെന്ന് സ്വപ്നം കാണേണ്ട വല്ല കാര്യമുണ്ടോ? ക്യാമറ ഇവിടെ ഇരിക്കല്ലേ, എനിക്ക് നോക്കിയാൽ കാണൂലേ, നിങ്ങൾക്ക് നോക്കിയാൽ കാണൂലേ? അപ്പൊ ഉച്ചയം പറയാ ഖബറുണ്ടെന്ന് സ്വപ്നം കണ്ടു. 4 ചെറുപ്പക്കാരൻ, 4 പേരല്ല 400 പേര് ഉറക്കത്തിലല്ല, നേരെ പോയി നോക്കി അവിടെ കണ്ട് ഖബറ്. 400 പേർക്കും കാണാം. അപ്പൊ 4 ചെറുപ്പക്കാർ സ്വപ്നം കണ്ടതാണ് അത്ര. എന്തിനാ സ്വപ്നം കാണേണ്ട ആവശ്യം? ഈ ക്യാമറ സ്വപ്നം കാണേണ്ട വല്ല കാര്യമുണ്ടോ? ഇനി സ്വപ്നം കണ്ടാൽ തന്നെ ദീനിൽ തെളിവാണോ? അല്ല. അതൊരു മുസ്ലിം തന്നെ പറഞ്ഞു കൊള്ളട്ടെ. ഇസ്ലാമിലെ ഒരാളുടെ സ്വപ്നത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും പുരയിടത്തിൽ പഴയ മീസാൻ കല്ല് കൊണ്ടുവച്ചിട്ട് അവിടെ ജനങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംസ്കാരം ഇസ്ലാമിക സംസ്കാരം അല്ല ഒരിക്കലും. അപ്പൊ ഈ ഒരാൾ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക അടിത്തറ ഉണ്ടാക്കിയെടുക്കുന്നതിന് യാതൊരു അടിസ്ഥാനമില്ല. കാരണം അത് പ്രവാചകൻ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് നാട് മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിക അടിത്തറ മൊത്തം പൂർത്തിയാക്കിയിട്ടാണ് പോയത്. പിന്നെ ആരുടെയെങ്കിലും സ്വപ്നത്തിന്റെ കാര്യം ഇസ്ലാമിലില്ല. അപ്പോ സ്വപ്നം ഒരിക്കലും ഇസ്ലാമിൽ തെളിവല്ല, ദീനിൽ തെളിവല്ല. പക്ഷെ ഇന്ന് എന്തും കൊണ്ടുവരുന്നത്, എന്തും കച്ചവടവൽക്കരിക്കുവാൻ വേണ്ടി ഈ മാർക്കറ്റിൽ, ഈ ചന്തയിൽ കൊണ്ടുവന്ന് വെക്കുന്നത് സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ് നമ്മുടെ മുടിയും കടന്നു വന്നത്. നമ്മുടെ മുടിയും അങ്ങനെയാ കടന്നു വരുന്നത്, സ്വപ്നത്തിലൂടെ. ഇൻഷാ അല്ലാഹ് ആ മുടിയുടെ വിദഗ്ധമായ തട്ടിപ്പുകളെ കുറിച്ച് നമസ്കാര ശേഷം നമുക്ക് മനസ്സിലാക്കാം. നാം വിശദീകരിച്ചു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച അമ്പിയാക്കൾ ഈ സമൂഹത്തിന് പഠിപ്പിച്ച മഹത്തായ ആദർശത്തെ പൗരോഹിത്യം കടന്നു വന്നുകൊണ്ട് കച്ചവടവൽക്കരിച്ചതിൻ്റെ ഏതാനും ഉദാഹരണങ്ങളാണ്. ഇസ്ലാമിലെ പ്രമാണങ്ങൾ ശക്തമാണ്, വ്യക്തമാണ്. യാതൊരുവിധ അവ്യക്തതയും അതിൽ ഇല്ല. പകൽ പോലെ പ്രകാശപൂരിതമാണ്. ഈ പ്രകാശപൂരിതമായ ആദർശത്തിൽ നിന്ന് ഇരുളാർന്ന അന്ധവിശ്വാസത്തിലേക്ക് ഈ സമൂഹത്തെ വിളിച്ചുകൊണ്ടു പോകുമ്പോൾ അതിന് പൗരോഹിത്യം തെളിവാക്കുന്നത്, പ്രമാണമാക്കുന്നത് സ്വപ്നങ്ങളെയാണ്. നമ്മുടെ നാട്ടിൽ അയാൾ സ്വപ്നം കണ്ടു, ഇയാൾ സ്വപ്നം കണ്ടു, ആ മഹാൻ സ്വപ്നം കണ്ടു, ഈ മഹാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് യാതൊരു സാക്ഷിയുമില്ല, തെളിവുമില്ല. അങ്ങനെ തെളിവില്ലാതെ ഓരോരുത്തർക്കും തോന്നിയത് ദീനിലേക്ക് കടത്തി കൊണ്ടുവന്നു ദീനിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ മലീമസമാക്കുന്ന ദുരവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ ഗൗരവത്തോടെ നാം ചിന്തിക്കേണ്ടത് വിശ്വാസികൾ വില കൽപ്പിക്കുന്ന, ബഹുമാനം കാണുന്ന കാര്യങ്ങളെയാണ് ഇവർ ഈ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നാണ് ഇതിലെ ഗൗരവകരമായ മറ്റൊരു വശം. അതിൽ അവസാനമായി നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലേക്ക് നിങ്ങൾ നോക്കൂ. ഇവിടുത്തെ സുന്നി സമൂഹം നല്ലൊരു മാർക്കറ്റാണ് അഥവാ നല്ലൊരു ചന്തയാണ് എന്ന് പ്രഖ്യാപിച്ച ആളുകളുടെ നേതാവ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം കണ്ടെത്തിയ പുതിയ ഒരു കച്ചവടമാണ് മുടിക്കച്ചവടം. ആ മുടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്ന് വെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. ഈ നാട്ടിലുള്ള
മുസ്ലിങ്ങളായ ആളുകൾ അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചു. എന്താണ് നിങ്ങൾ ഇതിനടിസ്ഥാനമായി കൊണ്ടുവന്നിട്ടുള്ളത്? എന്താണ് ഇതിന് തെളിവായി നിങ്ങളുടെ കയ്യിലുള്ളത്? അപ്പോൾ ഇതുപോലെ പലരും സ്വപ്നം കാണുകയാണ്. പലരും സ്വപ്നം കണ്ടതാണ്. ആ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിത് സ്വീകരിക്കാമോ? അതല്ല മറ്റെന്തെങ്കിലും തെളിവുണ്ടോ? ആ തെളിവൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞങ്ങൾക്കേ മനസ്സിലാവൂ. ഈ രൂപത്തിൽ വിദഗ്ധമായ തട്ടിപ്പ് ഈ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാത്രമല്ല, ഈ കർണാടകയിലും മറ്റുള്ള മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിലും കടന്നു ചെന്നുകൊണ്ട് കാന്തപുരത്തിന്റെ ഫളായിൽ പറയുകയാണ്. കാന്തപുരത്തിന്റെ ഫളായിൽ പറയുകയാണ്. എന്തേ ഫളായിൽ? ഇവിടെ എത്ര പണ്ഡിതന്മാരുണ്ട്, എത്ര ആളുകളുണ്ട്, പക്ഷേ ആരുടെയെങ്കിലും കയ്യിൽ നബിയുടെ മുടിയുണ്ടോ? റസൂലുള്ളാഹിന്റെ മുടിയുണ്ടോ? ആർക്കെങ്കിലും മുടി കിട്ടിയോ? മുടി നമ്മുടെ ശൈഖുന കാന്തപുരത്തിന് മാത്രമല്ലേ കിട്ടിയുള്ളൂ എന്നാണ് ചില സഖാഫികൾ നാടുനീളെ പറഞ്ഞു നടക്കുന്നത്. നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, ലോകത്ത് ഒരുപാട് കദ്ദാബുകൾ, കള്ളവാദികൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ കള്ളവാദികൾ വാദിച്ചത് ഞങ്ങൾ മോശക്കാരാണെന്നല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കടന്നു വന്ന മുസൈലിമത്തുൽ കദ്ദാബ്, അസ്വദുൽ അൻസി, ഇത്തരത്തിലുള്ള ആളുകൾ രംഗത്ത് വന്ന് പറഞ്ഞത് എന്താ? ഞങ്ങൾ നബിയാണെന്നാണ്. ഞങ്ങൾ നബിയാണ്. ഒരിക്കലും നബിയല്ലാത്ത, പ്രവാചകനല്ലാത്ത, പ്രവാചകത്വമില്ലാത്ത, നുബൂവത്തില്ലാത്ത, റിസാലത്തില്ലാത്ത, വഹയില്ലാത്ത ഈ ആളുകൾ വന്ന് പറഞ്ഞത് ഞങ്ങൾ നബിയാണ്, ഞങ്ങൾ മഹാന്മാരാണ്, ഞങ്ങൾ പവിത്രതയുള്ളവരാണ്. പക്ഷേ മുസ്ലിം ലോകം അവരെ വിളിച്ചത് കദ്ദാബ്, കള്ളവാദികൾ എന്നാണ്. മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹി, അസ്വദുൽ അൻസി ലഅനത്തുല്ലാഹി അലൈഹി. നമുക്കറിയാം, ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞുപോയ സഹാബത്ത് അവരുമായി യുദ്ധം ചെയ്തു, അവരുമായി യുദ്ധം നടത്തി. ഈ രൂപത്തിൽ അബ്ഹലത്ത് ബിൻ കഅബിനെയും മുസൈലിമത്തുൽ കദ്ദാബിനെയും മുസ്ലിം ലോകം നേരിട്ടു. അവരാരും തങ്ങൾ മോശക്കാരാണെന്നല്ല പറഞ്ഞത്, നബിയാണെന്ന്. ഇന്നിവർ നടത്തിക്കൊണ്ടിരിക്കുന്നതോ ഒരു മുടി കൊണ്ടുവന്നത് നബിയുടെ മുടിയാണെന്ന് പറയാണ്. ഒരു മുടി കൊണ്ടുവന്ന് വെച്ചത് നബിയുടെ മുടിയാണ് എന്നിട്ട് പറയുന്നു ആ നബിയുടെ മുടി പരിപാലിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ലഭിച്ചു എന്ന്. അതിന്റെ രസം നിങ്ങൾ മനസ്സിലാക്കണം. ഹുബ്ബുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാഷണം എന്ന് പറഞ്ഞിട്ട് വളപട്ടണം ക്രസന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ക്യാമ്പസ്, അവിടെ നിന്ന് പുറത്തിറങ്ങിയ നോട്ടീസാണിത്. ഇതിൽ പറയുന്നത് കാണാം, കണ്ടോ? ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അനാഥ മക്കളിൽ നിന്നും മർക്കസിൽ അഭയം കണ്ടെത്തിയിരിക്കുന്നു. വിദ്യാഭ്യാസ സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉന്നത നേതൃത്വത്തിലെത്തിയ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദും സുന്നി മർക്കസും അഭിമാനത്തിന്റെ ആത്മീയ അനുഭൂതിയുടെ മഹാവിഹായസിലാണ് ഇന്നുള്ളത്. കാരണം എന്താ കേട്ടോ? കാരണം മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദായിൽ സഹാബയെ ഏൽപ്പിച്ച അവിടുത്തെ വിശുദ്ധ കേശം പ്രസിദ്ധമായ ഖസ്റജ് ഗോത്രത്തിലെ ഇപ്പോഴത്തെ പ്രമുഖ വ്യക്തി മുത്ത് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം വന്ദ്യരായ കാന്തപുരം ഉസ്താദിനെ കോഴിക്കോട് സുന്നി മർക്കസിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, എന്താ പറഞ്ഞത്? മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദായിൽ നിന്ന് സഹാബത്തിനെ ഏൽപ്പിച്ച ആ വിശുദ്ധ കേശം ഖസ്റജ് ഗോത്രത്തിലെ ഇപ്പോഴത്തെ പ്രമുഖ വ്യക്തി മുത്തുനബിയുടെ നിർദ്ദേശത്തോടു കൂടി കാന്തപുരം ഉസ്താദിനോടൊന്ന് കൊടുത്തു. എന്നുവെച്ചാൽ ഈ ഖസ്റജിയോട് നബി വന്നിട്ട് പറയാ, ഇത് കൊണ്ടുപോയിട്ട് ആർക്ക് കൊടുക്കണോ? കാന്തപുരത്തിന് കൊണ്ടുപോയി കൊടുത്തിട്ട് വാ മുടി. അങ്ങനെ നബി നിർദ്ദേശിച്ചനുസരിച്ച് കൊണ്ടുപോയി കൊടുത്തു എന്നാ പറയുന്നത്. അത് വേറെ ആർക്കാ ലഭിച്ചത്? വേറെ ആർക്കാ കിട്ടിയത് എന്നാ ചോദിക്കുന്നത്. ആര് വിചാരിച്ചാലും ഒരു 5 മുടി 10 മുടി ഉണ്ടാക്കാൻ വല്ല പ്രയാസമുണ്ടോ? പക്ഷെ പടച്ചവനെ പേടിയുള്ള, റബ്ബിനെ പേടിക്കുന്ന ആളുകൾ ആരാന്റെ മുടി കൊണ്ട് വന്ന് വെച്ചിട്ടത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്ന് പറയോ? പറയില്ല. അത് പറയാൻ ധൈര്യമുള്ളവരാരാ? കദ്ദാബുകൾ, കള്ളവാദികൾ,
ഒരു കാലഘട്ടത്തിൽ ഞാൻ നബിയാണെന്ന് വരെ വാദിച്ച മുസൈലിമത്തുൽ കദ്ദാബിനെ പോലെ, അതുപോലെ തന്നെ അസ്വദുൽ അൻസിയെ പോലെയുള്ള കള്ളവാദികൾക്കല്ലാതെ അത്തരത്തിൽ ഒരു വാദം ഉന്നയിക്കാൻ കഴിയില്ല. ഈ സമൂഹത്തിനിടയിൽ കാന്തപുരം മുസ്ലിയാരെ മാത്രമല്ല ഇത് വായിച്ചത്. ഇവർ വിചാരിച്ചത് ഇവരുടെ കയ്യിലെ മുടിയുള്ളൂ എന്നാ കേരളത്തിൽ. ആരാ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ മാത്രമാണ് മുടിയെന്ന്? ആരാ നിങ്ങളോട് പറഞ്ഞത് കാന്തപുരത്തിന്റെ കയ്യിൽ മാത്രമേ മുടിയുള്ളൂവെന്ന്? കേരളത്തിൽ ഈ മുടിയുമായി വരുന്ന എത്ര ആളുകൾ വാദിച്ചിട്ടുണ്ട്. ആ മുടിയുമായി വന്നവരെ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? അവർക്ക് വേണ്ടി വാദിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? ഞാൻ പറഞ്ഞുവല്ലോ, കള്ളവാദികൾ എന്ന് സംശയമില്ലാത്ത, കദ്ദാബുകൾ എന്ന് സംശയമില്ലാത്ത ആളുകൾ. നമുക്കും സംശയമില്ല, അവർക്കും സംശയമില്ല. അവർക്ക് സംശയമില്ല എന്ന് നമുക്ക് ഇതുവരെ പോലെ സ്വപ്നം കണ്ട് പറയാൻ പറ്റില്ലല്ലോ. അവർക്ക് സംശയമില്ല എന്ന് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവർക്കും സംശയമില്ല എന്ന് ഞാൻ പറയുന്നത് അവരുടെ വാക്ക് വെച്ചുകൊണ്ട് തന്നെയാണ്. കേട്ടോളൂ. ഒരു ഉദാഹരണം പറയാം. നമ്മളെ പണ്ഡിതന്മാര് വളരെ നേരത്തെ തന്നെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഉള്ളാത്തങ്ങൾ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, അതുപോലെ കാന്തപുരം ഉസ്താദ് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, അങ്ങനെ നമ്മളെ ആലിമീങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയ ഒരു വ്യാജ തരീക്കത്തിന്റെ ആളാണ് ഈ ആലുവയിലുള്ള യൂസുഫ് സുൽത്താൻ എന്ന് പറയുന്ന ആൾ. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ അതിനെതിരെ എത്രയോ പ്രസംഗിച്ചതുമാണ്. അദ്ദേഹവും അതുപോലെ തന്നെ ഇവിടെ കൂത്തുപറമ്പിനടുത്ത് വേങ്ങാട്ടുണ്ട് ഒരാൾ, കുറെ കാലം കിരട്ടിലിറങ്ങിയിരുന്ന ഒരാൾ, കിരട്ടിലൗലിയാതാ പറയാം. ഇയാളും ഈ രണ്ട് കക്ഷികളുടെയും ശൈഖന്മാരെ നോക്കിയാൽ ഒരു ശൈഖിനപ്പുറം രണ്ടാളെ ശൈഖ് ഒന്നാ, രണ്ടും ഷിയ വിഭാഗത്തിൽ നിന്ന് വന്നതാ. ആ ആലുവ സുൽത്താൻ എന്ന് പറയുന്ന ശൈഖിനെതിരെ ഇപ്പറയുന്ന നാദാപുരത്ത് അടക്കം പലപ്പോഴും ഞാൻ തന്നെ ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കേൾക്കണോ, ഇപ്പൊ ഇതാ 2008 മെയ് 29 ആയപ്പോ ആത്മീയത കച്ചവടമാക്കി സമ്പാദ്യം, യൂസുഫ് സുൽത്താനെതിരെ പരാതി പ്രളയം പത്രം ആലുവ. ആത്മീയത കച്ചവടമാക്കി വൻ സമ്പാദ്യമുണ്ടാക്കിയതായി ആരോപിക്കപ്പെടുന്ന ആലുവ തുരുത്തു സ്വദേശി ഷെയ്ഖ് യൂസുഫ് സുൽത്താനെ എന്ന കളരിക്കൽ യൂസുഫിനെതിരെ പരാതികളുടെ പ്രളയം. ഇദ്ദേഹത്തിന്റെ മുൻ ശിഷ്യന്മാരാണ് തങ്ങൾ വഞ്ചിക്കപ്പെട്ടതായി ആരോപിച്ച് ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരിക്കുന്നത്. കണ്ടോ? അപ്പോ ആലുവ സുൽത്താൻ അദ്ദേഹം കള്ളനാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്, കള്ളത്തരീക്കത്തിന്റെ ആളാണെന്നാ പറയുന്നത്. പക്ഷെ നിങ്ങൾക്കറിയോ, ആ കള്ളത്തരീക്കത്തുകാരനാണെന്ന് നിങ്ങൾ പറയുന്ന, കള്ള ശൈഖാണെന്ന് നിങ്ങൾ പറയുന്ന ആ ആലുവ സുൽത്താന്റെ കയ്യിൽ എത്രയാ മുടിയെന്നറിയോ? 5 മുടി. എന്തേ ഇവര് പറയണത്? കാന്തർ ഉസ്താദിന്റെ ഫളായിലാണ്, നബി പറഞ്ഞിട്ട് കൊടുത്താണ്. യൂസുഫ് സുൽത്താൻ പറയാൻ അതിനു മുമ്പ് എൻ്റെ കിട്ടിയിട്ട് 5 മുടി. 5 മുടി. ആരുടെ മുടി? അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയെന്ന് വെച്ചാൽ ഈ അള്ളാന്റെ റസൂൽ ഈ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും മുടി കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ഈ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും അള്ളാന്റെ റസൂൽ മുടി കൊടുക്കുവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കും, എന്റെ മുടി കൊണ്ടുപോയി ആ കള്ളന് കൊടുക്കാൻ റസൂലുള്ളാ പറയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും? അങ്ങനെ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിത കാലഘട്ടത്തിൽ മുടി കൊടുത്തിട്ടുണ്ടോ? ചില ആളുകൾ പറയും മുജാഹിദികൾക്ക് അതിലൊന്നും വിശ്വാസമില്ല, തബറുക്കിലൊന്നും മുജാഹിദികൾക്ക് വിശ്വാസമില്ല, സലഫികൾക്ക് വിശ്വാസമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കാര്യം പറഞ്ഞ ദീൻ പഠിപ്പിച്ച ഏതൊരു കാര്യമായാലും അത് ചെറുതായാലും വലുതായാലും വിശ്വസിക്കുന്നവരും അംഗീകരിക്കുന്നവരുമാണ് ഞങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം മുടി വിതരണം ചെയ്തിട്ടുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് അദ്ദേഹം അതേ ഹജ്ജ് ചെയ്ത് അതിനുശേഷം ബലിയെറുത്ത്, ജംറയിൽ എറിഞ്ഞ് അതിനുശേഷം ബലിയെറുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഹല്ലുലാകുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുടി നീക്കുമ്പോ വലതുഭാഗത്തെ മുടി അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ കൊടുക്കുകയാണ്. അതിനുശേഷം ഇടതുഭാഗത്തെ മുടി നീക്കി അതും അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ കൊടുത്തു. ഇടതുഭാഗത്തെ മുടി കൊടുക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനോട് കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇഖ്സിംഹു ബൈനന്നാസ്, ജനങ്ങൾക്കത് വീതിച്ചു കൊടുക്കണം. ജനങ്ങൾക്കത് വീതിക്കപ്പെട്ടു, ജനങ്ങൾക്കിടയിൽ അത് വീതിച്ചെല്ലാവർക്കും കൊടുത്തു. മഹാനായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആ മഹദികളായ ആളുകൾ അത് കൊണ്ടുപോയി വെച്ചു. അതുകൊണ്ട് അവർ ബർക്കത്തെടുത്തു. രോഗം വന്നാൽ അതിന്റെ വെള്ളം അവർ കുടിച്ചു. ഇത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഈ തബറുക്കിനെ ഒരിക്കലും അവർ നിഷേധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന
ആ പ്രവർത്തനത്തെ ഒരിക്കലും ഒരു മുജാഹിദുകാരനും അല്ലെങ്കിൽ ഒരു സലഫിയും നിഷേധിക്കുന്നില്ല. അത് ഉള്ളതുപോലെ പറയും, അംഗീകരിക്കും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നത് എന്ന നിലയിൽ ഒരു തിരിശേഷിപ്പ് ഇന്ന് ലോകത്ത് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനെ സംബന്ധിച്ച് പഠിച്ച പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, സഹാബികൾക്ക് അത് കിട്ടിയാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽപ്പെട്ട ആളുകൾക്ക് അത് ലഭിച്ചാൽ ഒരിക്കലും അത് അവർ മാർക്കറ്റ് ചെയ്തില്ല, വിപണിയിൽ കൊണ്ടുവന്ന് കച്ചവടത്തിന് വെച്ചിട്ടില്ല. പല സഹാബികളും പറഞ്ഞു, ഞങ്ങളെ കഫം ചെയ്യുമ്പോൾ, ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കുമ്പോൾ ആ മുടി ഞങ്ങളുടെ കഫം തുണിയിൽ ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയോടുകൂടി ഖബറടക്കം ചെയ്യപ്പെട്ട സഹാബികളുണ്ട്. ആ നിലയിൽ പ്രവാചകന്റെ തിരുശേഷിപ്പുമായി ലോകത്ത് നിന്ന് യാത്രയായവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊണ്ടുവന്ന പുതപ്പ്, അത് പുതപ്പ് വേറൊരു സഹാബി ചോദിക്കുകയാണ്, നബി എനിക്ക് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ട പുതപ്പാണ്, പ്രവാചകന് മറ്റൊരാൾ കൊടുത്തതാണ്, നബി വളരെയധികം സന്തോഷത്തോടെ സ്വീകരിച്ചതാണ്. അപ്പോഴാണ് ഒരു സഹാബി വന്നിട്ട് ചോദിച്ചത്, നബിയെ എനിക്ക് വേണം. ആ സഹാബിക്ക് റസൂലുള്ള അങ്ങനെ തന്നെ കൊടുത്തു. മറ്റേ ആളുകൾ നോക്കി നിൽക്കുകയാണ്. അവർ ചോദിച്ചു, നബിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നല്ലോ അത്, എന്ത് അവിവേകമാണ് നീ ചെയ്തത്, എന്തിനാ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടത് വീണ്ടും നീ ചോദിച്ചു വാങ്ങിയത്? ആ സഹാബി പറഞ്ഞു, എനിക്കിത് കച്ചവടം ചെയ്യാനല്ല, ഇത് എനിക്ക് മറ്റെന്തെങ്കിലും ഒരു മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കാനല്ല, എനിക്ക് പുതക്കാനല്ല, നേരെ മറിച്ച് എനിക്ക് കഫം തുണിയായി ഉപയോഗിക്കാനാണ് എന്നാ സഹാബി പറയുകയാണ്. ആ രൂപത്തിലാണ് അവർ ബർക്കത്തെടുത്തത്. എന്നാൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഈ കാര്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് കള്ളന്മാർ രംഗത്ത് വരുന്നു, ഖദ്ദാബുകൾ രംഗത്ത് വരുന്നു, യൂസുഫ് സുൽത്താൻ അടക്കമുള്ള ആളുകൾ രംഗത്ത് വരുന്നു, വ്യാജ തരീഖത്തിന്റെ ആളുകൾ വരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ 5 മുടി അയാളുടെ കയ്യിലുണ്ട്, എന്നിട്ടോ അത് വെച്ച് മൗലായ ചെല്ലുകയാണ്. 5 മുടി, ആരാന്റെ മുടി കൊണ്ടൊന്ന് വെച്ച് മൗലായ ചെല്ലിയാൽ അത് റസൂലുള്ളാഹിന്റെ മുടിയാവൂ? നബിയുടെ മുടിയാകുമോ? നിങ്ങൾക്കത് കാണാം സ്ക്രീനിൽ. ആലുവ സുൽത്താൻ ആ മുടി ഒരു ഗ്ലാസ്സിലാക്കി വെച്ചിട്ട് ചെല്ലാണ്. ഇയാൾ കള്ളനാണെന്ന് AP സമസ്തക്കും സംശയമില്ല. ഞാൻ നേരത്തെ പേരോട് മൂല്യര് പറഞ്ഞത്. ആ യൂസുഫ് സുൽത്താനെ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്, അയാൾ ആ മുടി വെച്ച് മൗലായ ചെല്ലുന്ന രംഗമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. കണ്ടോ, അത് ഗ്ലാസ്സിൽ 5 നബിയുടെ മുടി വെച്ചിട്ട് അത് വെച്ച് മൗലായ ചെല്ലുകയാണ്. അത് വെച്ചിട്ട് മൗലായ ചെല്ലുകയാണ്. ഒരു ഗ്ലാസ്സിൽ നബിയുടെ 5 മുടി വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് എല്ലാവരും കൂടെ മൗലായ ഉറുദുവിൽ ചെല്ലുന്നുണ്ട്, യാ നബി അറബി ചെല്ലുന്നവരുണ്ട്, ഇങ്ങനെ ചെല്ലുകയാണ്. എന്തേ യൂസുഫ് സുൽത്താനെ നിങ്ങൾ അംഗീകരിക്കോ? അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കള്ളക്കച്ചവടം സൂഫി കോൺഫറൻസ് വെച്ചുകൊണ്ട് യൂസുഫ് സുൽത്താൻ നടത്തുന്നത്. ഇത് കണ്ടപ്പോഴാണ് മൂപ്പർക്ക് തോന്നി, ഇത് കള്ളക്കച്ചവടമാണല്ലോടാ, ആകെ ചെലവ് 5 മുടി ഏത് ബാർബർ ഷോപ്പിൽ പോലെ കിട്ടും. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് വെക്കുന്നു. എന്ത് ഗതികേടമാന്റെ സഹോദരങ്ങളെ ചിന്തിക്കണം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഖബറിൽ ചോദ്യമുണ്ട്. ഒന്നാമത്തെ ചോദ്യം മൻ റബ്ബുക്കാന്നാ, നിന്റെ റബ്ബാരാണെന്നാ, നിന്റെ റബ്ബാരാണ്. രണ്ടാമത്തെ ചോദ്യമോ അള്ളാഹുവിന്റെ റസൂലിനെ ചൂണ്ടിക്കൊണ്ടാ ചോദിക്കുക, അതാരാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ളക്കച്ചവടം നടത്തിയവർ എന്താ മറുപടി പറയാ? അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കാൻ പറ്റുമോ? പ്രവാചകന്റെ മുഖത്ത് നോക്കാൻ പറ്റുമോ? ആരാന്റെ മുടി കൊണ്ടുവന്ന് വെച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞവര് ആ ഖബറിലെ അവസ്ഥ എന്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കലെങ്കിലും? നാളെ മഹ്ശറയിൽ അള്ളാഹുവിന്റെ റസൂല് വരില്ലേ? പ്രവാചകൻ പ്രവചിച്ചില്ലേ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നില്ലേ? എന്ത്? അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളുടെ മുന്നിൽ ഒരിക്കൽ എഴുന്നേറ്റ് നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നിട്ട് യഖ്തുബു,
അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രസംഗിക്കുകയാണ്. എന്താണ് റസൂലുള്ളാഹിയുടെ പ്രസംഗം എന്നറിയുമോ? ഇന്നകും മഹ്ശൂറൂന ഖുഫാതൻ ഉറാതൻ ഗുർലാ. ഓ മനുഷ്യരെ, തീർച്ചയായും നിങ്ങൾ നാളെ മഹ്ശറയിൽ വരാനുള്ളവരാണ്. നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും. അന്ന് നിങ്ങളുടെ അവസ്ഥ എന്തെന്നറിയുമോ? ഖുഫാതൻ ഉറാതൻ ഗുർലാ. ഒരാളും അന്ന് വസ്ത്രം ധരിച്ചിട്ടുണ്ടാവില്ല, പരിപൂർണ നഗ്നരായിരിക്കും. അതുപോലെ ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായിരിക്കും, പാദരക്ഷ ധരിക്കാത്തവരായിരിക്കും, ചെരുപ്പ് ധരിക്കാതെ നഗ്നരായി അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. അങ്ങനെ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആദ്യമായി വസ്ത്രം അണിയിക്കപ്പെടുന്നത്, ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനായിരിക്കും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ ഹശ്റിന്റെ നാളിൽ, വിചാരണയുടെ നാളിൽ ആദ്യമായി വസ്ത്രം ധരിപ്പിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദരിക്കും. ആളുകൾ അന്ന് അണിയണിയായി റബ്ബിന്റെ മുന്നിൽ ഹാജരാകും. എല്ലാവരും റബ്ബിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. എല്ലാവരും ഭയത്തിലാണ്, പ്രയാസത്തിലാണ്. ആ ഘട്ടത്തിൽ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേർതിരിച്ച് മാറ്റി നിർത്തും. എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാൻ എന്ന് കഴിയില്ല. ആദ്യം കൂട്ടം കൂട്ടമായി വന്നു ചേരുന്ന ആളുകളെ അല്ലാഹു വേർതിരിക്കുക തന്നെ ചെയ്യും. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കൂ, വേറിട്ട് നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കുഫാറുകളായ മുശ്രിക്കുകളായ ആളുകളെ വേറെ മാറ്റി നിർത്തും. ഒരു ഭാഗത്ത് വിശ്വാസികളും കപട വിശ്വാസികളും ഒന്നിച്ചു നിൽക്കും. അതിനുശേഷം അവർക്കിടയിലും മറ വീഴും. ആ മറയുടെ ഒരു ഭാഗത്ത് കപട വിശ്വാസികളാകും, മറുഭാഗത്ത് വിശ്വാസികളാകും. അങ്ങനെ ആളുകളെ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്നവരും നരകത്തിലേക്ക് നയിക്കപ്പെടുന്നവരുമായി രണ്ട് വിഭാഗമാക്കി മാറ്റുമ്പോൾ അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്. എന്താ പറയുന്നത്? ആ ഘട്ടത്തിൽ സയുജാഉ ബിരിജാലിൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തായ, എന്റെ ഉമ്മത്ത് എന്ന് പറയുന്ന കുറച്ചാളുകളെ അവിടെ കൊണ്ടുവരും. എന്നിട്ട് അവരെ എങ്ങോട്ടാ മാറ്റി നിർത്തുക? അവരെ മാറ്റി നിർത്തുന്നത് നരകത്തിലേക്ക് പോകാനുള്ള ആ ഇടതുഭാഗത്ത് നിർത്തിയിട്ടുള്ള ആളുകളുടെ സമീപത്തേക്ക് എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളെ മാറ്റി നിർത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നബിയെ പോലെ തന്റെ ഉമ്മത്തിനെ സ്നേഹിച്ച ഒരു സമൂഹം ലോകത്തില്ല മാന്യ സഹോദരങ്ങളെ. എത്രത്തോളം എന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ തന്റെ സഹാബത്തിനോട് പറയുകയാണ്, എനിക്ക് എന്റെ ഇഖ്വാനുകളെ കാണാൻ കൊതിയാകുന്നു, എന്റെ ഇഖ്വാനുകളെ കാണാൻ കൊതിയാകുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുമ്പോൾ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങളല്ലയോ അങ്ങയുടെ ഇഖ്വാനുകൾ? ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾ ഇഖ്വാനുകളല്ല, നിങ്ങൾ എന്റെ അസ്ഹാബുകളാണ്, എന്റെ സഹാബികളാണ്. ഇഖ്വാനുകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനിയും ഇവിടെ ജനിച്ചിട്ടില്ലാത്ത എന്റെ ഉമ്മത്താണ്, ഇവിടെ വന്നിട്ടില്ലാത്ത ആളുകളാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകളെ കാണാൻ, റസൂലുള്ളാഹിയുടെ ഉമ്മത്തിനെ കാണാൻ ആ റസൂലുള്ളാഹി അന്ന് കൊതിക്കുകയാണ്, 1400 മുമ്പ്. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, എന്റെ ഇഖ്വാനുകളെ എനിക്ക് കാണാൻ കൊതിയായി. ആ ഇഖ്വാനുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനിച്ചിട്ടില്ലാത്തവരാണ്. അവരെ കാണുന്നത് എപ്പോഴാണ്? പരലോകത്ത് വെച്ചുകൊണ്ടാണ്. ആ സന്ദർഭത്തിൽ സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, കൂട്ടം കൂട്ടമായി കോടാനുകോടി മനുഷ്യർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടുന്ന ഹശറിന്റെ നാളിൽ ഇഖ്വാനുകളെ കണ്ടാൽ, നബി അങ്ങയുടെ ഇഖ്വാനുകളെ കണ്ടാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ കഴിയുമോ നബിയെ? സഹാബത്ത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, കുറെ കറുത്ത കുതിരകൾക്കിടയിൽ കൈകാലുകൾ വെളുത്ത കുതിരകൾ നിന്നാൽ നിങ്ങൾക്ക് വേഗത്തിൽ തിരിച്ചറിയാൻ പറ്റുമോ? ആ കൈകാലുകൾ വെളുത്ത കുതിരകളെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് സഹാബത്തിനോട് ചോദിക്കുകയാണ്. ആ സന്ദർഭത്തിൽ സഹാബത്ത് പറയുന്നു, തീർച്ചയായും നബിയെ, കുറെ കറുത്ത കുതിരകൾക്കിടയിൽ കൈകാലുകൾ വെളുത്ത കുതിര നിന്നാൽ ഞങ്ങൾക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും. ഇതുപോലെയായിരിക്കും നാളെ എന്റെ ഇഖ്വാനുകൾ. അവരുടെ വുളൂഇന്റെ അവയവങ്ങൾ, അവർ വുളൂ എടുത്ത ഭാഗങ്ങൾ നാളെ പാരത്രിക ലോകത്ത് അത് പ്രകാശമാനമായി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും ഇവരെന്റെ ഇഖ്വാനുകളാണ്, ഇവരെന്റെ ഉമ്മത്താണെന്ന് മനസ്സിലാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ ജനിച്ചിട്ടില്ലാത്ത റസൂലുള്ളാഹിയുടെ ഉമ്മത്തിനെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാണാൻ കൊതിച്ച പ്രവാചകൻ നാളെ പാരത്രിക ലോകത്ത് അല്ലാഹുവിന്റെ മുന്നിൽ ഹാജരാകുമ്പോ മറ്റു പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തമായി യൗമ യദ്ഉ ആദമു വ അംബിയാ നഫ്സി 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 നഫ്സിയാ,
ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും നഫ്സി നഫ്സി നഫ്സി, എന്റെ കാര്യം എന്റെ കാര്യം എന്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുമ്പോ യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഉമ്മത്തി, ഖൈറുൽ ഖൽഖായ സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ചും വിളിച്ചു ചോദിക്കുന്നത് ഉമ്മത്തി, എന്റെ ഉമ്മത്തെ എന്റെ ഉമ്മത്തെ നിങ്ങൾ എവിടെയെന്നാണ് എങ്കിൽ തന്റെ ഉമ്മത്തിനെ എത്രമാത്രം സ്നേഹിക്കുന്ന പ്രവാചകൻ നോക്കി നിൽക്കുമ്പോഴാണ് തന്റെ ഉമ്മത്തുകളിൽപ്പെട്ട ഒരു സംഘം ആളുകളെ നരകത്തിലേക്ക് പോകാനുള്ള ആളുകളുടെ കൂടെ കൊണ്ടുവന്ന് നിർത്തുന്നത്. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മനം നൊന്തിട്ട് റബ്ബിനെ വിളിച്ച് പറയുന്നു, യാ റബ്ബ് അസ്ഹാബി, യാ റബ്ബ് അസ്ഹാബി, ഓ റബ്ബേ ഇവർ എന്റെ ആളുകളാണ് റബ്ബേ, എന്തേ അവർ നരകത്തിലേക്ക് നീക്കപ്പെട്ടത്, നരകത്തിലേക്ക് പോകാനുള്ള ആളുകളെ കൂടെ നിർത്തിയത്, ഇവർ സ്വർഗത്തിലേക്ക് വരേണ്ടവരാണല്ലോ, ഇവർ എന്റെ ഉമ്മത്താണല്ലോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെ വെച്ച് അതേ മനം നൊന്ത് റബ്ബിനോട് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മറുപടി, ഓ പ്രവാചകരെ, ഇന്നക ലാ തദ്രി മാ അഹ്ദസൂ ബഅദക്, നബിയെ അവരെ കുറിച്ച് തങ്ങൾക്കറിയില്ല, തങ്ങളുടെ ഉമ്മത്താണെന്ന് വാദിച്ചു